നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേനും നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഒരു നല്ല ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മതി, അത്രമാത്രം വഴറ്റിയാൽ മതി, കൂടുതൽ വഴറ്റണ്ട. ഒരു ട്രാൻസ്പാരൻ്റ് ആയി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പഴുത്ത തക്കാളി വേണം കേട്ടോ, നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ അത്ര പഴുത്തതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളി നല്ല പഴുത്തത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ഒരു ചെറിയ മധുരമാണ് മുമ്പോട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് കുറേ മുളക് പൊടിയിട്ട് എരിവ് കൂട്ടണ്ട. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും കേട്ടോ കസൂരി മേത്തി. വഴറ്റി അത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ പാനിലേക്ക് നമ്മൾ മസാല വഴറ്റി അതേ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കസൂരി മേത്തി അതും കൂടെ ഇട്ടിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. 2 ഭാഗവും, ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് ഇത് മൊരിച്ചെടുക്കാം. ഇത് പായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതേ പാനിലേക്ക് കുറച്ച് ബട്ടർ, 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ചൂടായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ മൂത്ത് വരണം. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചില്ലേ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി നമ്മുടെ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിലേക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതല്ല എങ്കിൽ പശുവും പാലം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചത്. ഫ്രഷ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പശുവും പാലം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഗ്രേവിക്ക് നല്ല തിക്ക് കിട്ടാനും കുറച്ചുകൂടെ ടേസ്റ്റ് ആവാനും. അതൊന്ന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം, വറുത്ത് വെച്ച് മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താലും മതി, അതാണെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.